ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമവും എന്തൊക്കെ ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഇന്ന് രാവിലെ കേരള കൗമുദിയിൽ വന്ന ഒരു വാർത്തയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. PSCയും പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡും നോക്കുകുത്തിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് 1000 പേരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങളും കേട്ട് കാണും. ഇപ്പൊ തന്നെ, അതായത് ഈ PSCയുടെ പരിഷ്കാരം കാരണം പലരും എന്താണ് പഠനം നിർത്തിയാലോ അല്ലെങ്കിൽ നിർത്തി എന്നൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് PSCയെ സ്ഥിരമായി നിൽക്കുന്ന സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും PSCയുടെ പഠനം നിർത്തിപ്പോവുക എന്ന അവസ്ഥയിലാണ്. പുതുതായി വരുന്ന കുറച്ചു പേര് മാത്രമാണ് ഇപ്പൊ PSCയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അവര് പോലും, അല്ലെങ്കിൽ ഇതിനോട് കുറച്ചു പേരെങ്കിലും ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നിർത്തിയാലോ അല്ലെങ്കിൽ നിർത്തിപ്പോയാലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു PSC? പിന്നെ എന്തിനാണ് ഇങ്ങനെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ്? അത് മുൻ ചീഫ് സെക്രട്ടറിയെ ഇത്രയധികം ലക്ഷങ്ങൾ കൊടുത്ത് എന്തിനാണ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തലപ്പത്ത് ഇരുത്തിയിരിക്കുന്നത്? എന്തിന്റെ ആവശ്യം? നിർത്തിക്കൂടെ? കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ, എനിക്ക് കൃത്യമായി അറിയില്ല, ഏതോ ഒരു ചാനലിന്റെ തമ്പനിയിൽ ഞാൻ കണ്ടിരുന്നു, PSC നിർത്തുന്നു അല്ലെങ്കിൽ PSC പിരിച്ചുവിടുന്നു. ശരിക്കും പറഞ്ഞാൽ PSCയും പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡും പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ? നമുക്ക് ആ വാർത്ത ഒന്ന് ആദ്യം നോക്കാം. ഇങ്ങനെയാണ്: സർക്കാർ സ്ഥാപനങ്ങളിൽ 1000 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു വാർത്ത. ആ ഒരു കാർട്ടൂൺ പിക്ചർ എന്ത് രസമാണത്! അതിൽ തന്നെ, അതായത് നിയമനം രാഷ്ട്രീയ സ്വാധീനത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സാധനം. ഇതിനോടൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നിങ്ങൾ പറ. ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം. ചില സർക്കാർ സ്ഥാപനങ്ങളിലും കാലിക്കറ്റ് സർവകലാശാലയിലും താൽക്കാലികാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ തുടരുന്ന 1000 പേരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കം. ലൈബ്രറി കൗൺസിലിൽ 60ഓളം താൽക്കാലികക്കാരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയ തീരുമാനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ശരിവച്ച ഉത്തരവിന്റെ മറ പിടിച്ചാണിത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ടൂറിസം വകുപ്പ്, CDT, കെൽട്രോൺ, സ്കോൾ കേരള, അതായത് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നുണ്ട്, LBS, വനിതാ കമ്മീഷൻ, യുവജനക്ഷേമ ബോർഡ്, വെസ്റ്റ് യുവജനക്ഷേമ ബോർഡ്, ചുവട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ്, സാക്ഷരതാ മിഷൻ, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റിമോട്ട് സെൻസിംഗ് സെന്റർ, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. കെൽട്രോൺ 240, CDT 140 എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേരുള്ളത്. അതായത് കെൽട്രോണിലേക്ക് 240 പേരെയും CDTയിലേക്ക് 140 പേരെയുമാണ് സ്ഥിരപ്പെടുത്തുന്നത്. പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ VCയുടെ ഡ്രൈവർ ഉൾപ്പെടെ 30 പേരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയാൽ ശമ്പള കുടിശ്ശികയടക്കം ലക്ഷങ്ങൾ ഓരോരുത്തർക്കും നൽകേണ്ടി വരും. അതായത് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയാണ്, PSCയിൽ നിയമനം നടത്താനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ LP UP കാരെ സംബന്ധിച്ചാണെങ്കിൽ ഫിക്സേഷൻ നടത്തുമ്പോൾ അതിനുള്ള ചെലവ് അവർക്കില്ല എന്നൊക്കെ പറയുന്ന അതേ സർക്കാരിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യം. അതായത് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളവും ശമ്പള കുടിശ്ശികയും എന്തൊക്കെയാണോ കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും. പിന്നെ ലൈബ്രറി കൗൺസിലിൽ 2006 മുതൽ ജോലി ചെയ്തിരുന്ന ക്ലാർക്ക്, ഡ്രൈവർ, അറ്റൻഡർ ഉൾപ്പെടെയുള്ള 60ഓളം പേരെ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 3 വർഷം മുൻപ് സ്റ്റേ ചെയ്തെങ്കിലും ഹർജിയിൽ പിന്നീട് വാദം കേട്ട സിംഗിൾ ബെഞ്ച് മാർച്ചിൽ സർക്കാർ തീരുമാനം അംഗീകരിച്ചിരുന്നു. ലൈബ്രറി കൗൺസിലിൽ 2006 മുതലുള്ള 13 പേരെ 2018-ലും 47 വരെ 2020-ലുമാണ് മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയത്. മരിച്ചയാളും പട്ടികയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആശ്രിത നിയമനം നൽകി. ഇതാണ് വാർത്ത. എന്ത് നല്ല അത്! എങ്ങനെയെങ്കിലും ആരെങ്കിലും കാല് പിടിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ താൽക്കാലിക ജീവനക്കാരാകുമോ ഒരു 4-5 വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശുപാർശ കൊടുക്കുക. എന്തൊരവസ്ഥ! പിന്നെ എന്തിനാണ് സാർ 18 കഴിഞ്ഞ അല്ലെങ്കിൽ 36-40 വയസ്സ് വരെ നിൽക്കുന്ന ഇവിടുത്തെ യുവാക്കൾ അവരെന്തിനാണ് PSCക്കും അതുപോലെ മറ്റ് ജോലികളൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ തന്നെ പറയണം. കാരണം ഇത്രയധികം യുവാക്കൾ ജോലിയില്ലാതെ പലരും രാജ്യം തന്നെ വിട്ടുപോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഇപ്പൊ CPO, അതായത് സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റിനോട് കാണിച്ചത് എന്താണ്? അത്രയും അനീതി. അതായത് 13,000 പേരുടെ ലിസ്റ്റ് ഇട്ട് 6000 സംതിങ് ആളുകൾക്ക് ജോലി, അതായത് വെറും 32%. അതിൽ പലത് NJD കൂടിയാണെന്ന് മനസ്സിലാക്കണം. വേറെ വേക്കൻസി ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? പുതിയ ലിസ്റ്റിൽ നിങ്ങൾ അത് 6000 സംതിങ് ആക്കി കുറച്ചു. നേരെ പകുതിയിൽ താഴെ ആളുകളെ പുതിയ ലിസ്റ്റ് വന്നപ്പോ കുറച്ചു.
എന്താണ് ഇനി എല്ലാ ലിസ്റ്റിലോടും കാണിക്കുന്നത്? ഇപ്പൊ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി LGSന്റെ ലിസ്റ്റും ചുരുക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇനി അതും സത്യമായി വന്നാൽ പിന്നെ എന്താണ് ഇനിയുള്ള LD ക്ലർക്കിൽ ഒരു ജില്ലയിൽ 500 വേക്കൻസി മാത്രമേ വരൂ, അല്ല 500 വരില്ല, 500 വരുമെന്ന് വരും. നിങ്ങൾ അതിൽ 300 പേരെ മാത്രമാണ് എടുക്കുന്നത് ഇനി അങ്ങോട്ട്, അറിയില്ല, അതുകൊണ്ടാണ്. അതുപോലെ നിയമനം രാഷ്ട്രീയ സ്വാധീനത്തിൽ പല സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും PSCക്ക് വിട്ടെങ്കിലും ചിലയിടങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാത്തതിനാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ട് സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കുന്നില്ല? അതും ഒരു രാഷ്ട്രീയമാണ്, അതും ഒരു രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ഇത് തയ്യാറാക്കാൻ വലിയ കാലതാമസം ഒന്നും വേണ്ട. സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാൻ പല സ്ഥാപനങ്ങളിലും ഒഴിവുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായ വിവരാവകാശം നിങ്ങൾ കൊടുത്തു നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടും. പലരും കിട്ടിയിട്ടില്ലെങ്കിൽ കൃത്യമായ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. ഒരു രാഷ്ട്രീയ സ്വാധീനത്തിലാണ് താൽക്കാലിക നിയമനങ്ങളിൽ മിക്കതും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടെങ്കിലും അതിനെ നോക്കുകുത്തിയാക്കിയാണ് ചിലയിടങ്ങളിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നത്. കിഫ്ബി, കെഡെസ്ക്, കെഫോൺ എന്നിവിടങ്ങളിലും വൻ ശമ്പളത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടന്നു. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോട് പറയും? നമുക്ക് ആകെ പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരു വഴി ഇതാണ്. പലരും മറ്റു രീതിയിലൊക്കെ പ്രതിഷേധിക്കുന്നത്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരു വഴി ഞങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നാണ്. നിങ്ങളാണ് ഇതിൽ പ്രതിഷേധിക്കേണ്ടത്. കാരണം ഇത്രയും ആളുകളെ താൽക്കാലികക്കാരാക്കുമ്പോൾ അത് ഒരു ഇതിലേക്ക് മാത്രമല്ല, LDC, LGS മറ്റ് പലതിലും ഇത് ബാധിക്കുന്ന ഒന്നാണ്. കമ്പനി ബോർഡ്, LGS ഉണ്ട്, എല്ലാത്തിനെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണിത്. ഇത്രയും ആളുകളെ സ്ഥിരപ്പെടുത്തുക. അപ്പൊ പിന്നെ എന്തിനാണ് ഇവിടെ ഡിഗ്രി ഒക്കെ പാസ്സായി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് PSCയിലേക്ക് പല ജോലിക്കും അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത്? PSCയിലേക്ക് അപേക്ഷ വിളിച്ചാൽ അതിന് ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ പല തസ്തികകളും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര തസ്തികകൾ വരും? അതാണ്. പലതും അവിടെ താൽക്കാലികക്കാരെ നിയമിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരുടെ എന്താണ് എല്ലാത്തിലും ഒരു കാര്യം. എന്നാ പിന്നെ നിങ്ങളിത് പണ്ടാരോ പറഞ്ഞ പാർട്ടി സർവീസ് കമ്മീഷൻ മുതൽ അങ്ങനെ ആയിക്കോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് ഇടതായാലും വലതായാലും ഇനി വരാൻ പോകുന്ന BJP വന്നാൽ അത് വരും. നിങ്ങൾ 3 പേരും എന്ത് ചെയ്യുക? ഇത് നിങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം തിരയെഴുതി കൊടുക്കുക. ഇവിടുത്തെ യുവാക്കളും മറ്റുള്ളവരും വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളോ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളെ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടെ എന്ന് നിങ്ങൾ പറ. എന്തൊരു കഷ്ടമാണിത്. ഇത്രയും എന്താണ് ദയനീയമായ അവസരത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുകളിലേക്ക് നിങ്ങൾ വലിയൊരു കല്ലെടുത്ത് വെക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ വാർത്ത തെറ്റായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല, ഇത് ആ പത്രം റിപ്പോർട്ട് ചെയ്തതാണെന്ന് അന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തിരുത്ത് അടുത്ത ദിവസം പത്രത്തിൽ വരുമെന്ന് വിശ്വസിക്കും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അനീതിയാണ് ഇവിടുത്തെ യുവാക്കളോട് നിങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് യുവജന കമ്മീഷനിൽ അടക്കം ഇത്തരത്തിലുള്ള നിയമനം നടക്കുന്നു പറയുമ്പോൾ വളരെ പരിതാപകരമാണ്. യുവജനങ്ങളുടെ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടേണ്ട യുവജന കമ്മീഷനാണ് ഇത്തരത്തിലുള്ളത്. അതായത് CPO ലിസ്റ്റിന്റെ ആ ഒരു യുവജനങ്ങൾ പട്ടിണി കടന്ന് പല സമരങ്ങളും നടന്നപ്പോൾ പോലും ഇടപെടാതിരുന്ന ഒരു കമ്മീഷനാണ് യുവജന കമ്മീഷൻ. അവരെങ്കിലും ഇതിൽ കൃത്യമായി ഇടപെടണമെന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാവില്ല എന്നും ഇത് തൽക്കാലത്തേക്ക് റദ്ദാക്കുന്നോ മരവിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും വാർത്ത കേട്ടാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഈ ഒരു രീതി വളരെ തെറ്റാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ അത് വളരെ പരിതാപകരമായ ഒന്ന് തന്നെയാണെന്ന് പറയുകയാണ്. ഓക്കെ, ഇത്രയുമാണ്. കുറെ പറയാനുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ നിർത്തുകയാണ്. വേറെ ഒന്നും പറയാനില്ല. ഇത് നമ്മൾ ഇവിടെ നിർത്തുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മറ്റ് PSCയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വരും. വല്ല പരീക്ഷ ഒക്കെ വരുവാണേ, ഇഷ്ടംപോലെ പരീക്ഷ. LDC എന്ത് പറഞ്ഞാലും കുറച്ചു പേർക്കൊക്കെ ജോലി കിട്ടും. നിങ്ങൾ നിരുത്സാഹപ്പെടുകയൊന്നും വേണ്ട, കുറച്ചു പേർക്കൊക്കെ ജോലി കിട്ടും. LDCക്കൊക്കെ ഏകദേശം ഒരു 500-ന്റെ അടുത്ത് 300-500-ന്റെ ഇടയിൽ നിയമനം കൃത്യമായിട്ട് ഓരോ ജില്ലയിൽ നടക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതെ നന്നായി പഠിക്കുക. മറ്റു പലരും പല രീതിയിൽ കയറുന്നവർ കയറട്ടെ. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്നതാണ്. ഇപ്പൊ LDCക്ക് മാസങ്ങൾ ദിവസങ്ങളേ ഉള്ളൂ. LGSും അതുപോലെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അത്രയും ദിവസങ്ങളില്ല. എല്ലാത്തിനും എന്ത് ചെയ്യുക? സമഗ്രമായി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്റ്റഡി മെറ്റീരിയൽസ്, പുതുതായി വരുന്ന റാങ്ക് ലിസ്റ്റുകൾ, ഷോർട്ട് ലിസ്റ്റുകൾ, മറ്റു വാർത്തകളൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. അത് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതിരിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നല്ലൊരു ലൈക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലൈക്കുകളാണ് ഞങ്ങളെ മറ്റു വീഡിയോസ് ഉണ്ടാക്കാനുള്ള ശക്തി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ PSCക്കോ അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്